അങ്ങനെയുള്ള ആത്മീയതകൾ ചെയ്തതാണ് പ്രവാചകരെ. അല്ലാഹുവിന്റെ പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, അസ്സദഖത്തു റബ്ബുൽ ബലാ. സദഖ എന്ന് പറയുന്നത് അത് പരീക്ഷണങ്ങളെ മടക്കാനുള്ള ഒരു കർമ്മമാണ് എന്ന് ഹബീബായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിലൂടെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ്. വ്യക്തിപരമായി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. കുടുംബപരമായി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. നമ്മുടെ ശരീരത്തിൽ വലിയ അസ്വസ്ഥതകൾ നിറഞ്ഞ ഒരുപാട് കുടുംബങ്ങളും ഒരുപാട് വ്യക്തികളുമൊക്കെ നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട്. അങ്ങനെയുള്ള നമുക്ക് അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ സദഖ ചെയ്യുക. നിങ്ങൾ നിയ്യത്തോടുകൂടി നിങ്ങൾ സദഖ ചെയ്തു കഴിഞ്ഞാൽ ആ സദഖയെ സ്വീകരിക്കുന്ന ഹബീബായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഹദീസാണ് നിശ്ചയമായും കർമ്മങ്ങൾ എന്ന് പറയുന്നത്, നിശ്ചയമായും ഇബാദത്തുകൾ എന്ന് പറയുന്നത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ നിയ്യത്ത് ചെയ്യുമ്പോൾ, നമ്മൾ സദഖ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണോ ഉള്ളത്, നമ്മുടെ മനസ്സിൽ എന്താണോ ആഗ്രഹിക്കുന്നത്, നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണോ സദഖ ചെയ്യുന്നത്, ആ ഒരു നിയ്യത്തോടുകൂടി നമ്മൾ സദഖ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും സഹായിക്കും. അതിലൊരു വ്യത്യാസവുമില്ല, അതിലൊരു മാറ്റവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ ദിക്റിന്റെ മജ്‌ലിസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളവരാണ്. ദിക്റിന്റെ മജ്‌ലിസിന് വലിയ പ്രാധാന്യവും വലിയ ശ്രേഷ്ഠതയും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച വ്യക്തികളാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത്, അല്ലാഹുവിന്റെ സഹാബാക്കൾ എന്ന് പറയുന്നത്. അവർക്ക് വേണ്ടി നമ്മൾ ഒരു നാണയം ചെലവാക്കിയാൽ പോലും സ്വർഗ്ഗത്തിന്റെ ഉന്നതമായ മണിമാളികകളായിരിക്കും നമ്മളെ കാത്തിരിക്കുക. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത വർഷത്തേക്ക് വേണ്ടി ഒരുപാട് ചെലവുകളുണ്ട്. നമുക്കറിയാം, ഈ ഒരു മസ്ജിദ് നമസ്കാരത്തിലേക്ക് കടന്നു പോകാനുള്ള ഒരുക്കത്തിലാണ്. അതുപോലെ തന്നെ ഇവിടെ മദ്രസ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് അറിഞ്ഞു. അതുപോലെ ഒരുപാട് ചെലവുകളുണ്ട്. ഒരു മസ്ജിദ് എന്ന് പറയുമ്പോൾ, ഒരു മദ്രസ എന്ന് പറയുമ്പോൾ ഒരു നാടിന്റെ കേന്ദ്രത്തിന്റെ, ഒരു നാടിന്റെ മിടുപ്പാണ് മദ്രസകൾ എന്ന് പറയുന്നത്. ആ നാടിന്റെ ശോഭനമായ ഭാവി എന്ന് പറയുന്നത് മദ്രസകളാണ്. അതുകൊണ്ട് ഒരു നാട്ടിൽ ഒരു മദ്രസ ഉണ്ടായാൽ പോലും ആ മദ്രസ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ പോലും വലിയ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക. ഒരു മസ്ജിദ് ആരെങ്കിലും പണിതു കഴിഞ്ഞാൽ അതിനു വേണ്ടി ഒരു രൂപയെങ്കിലും സദഖ ചെയ്താൽ പോലും ഒരു പരിപാടികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് ബഹുമാനപ്പെട്ട ഹബീബായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ ഒരു അവസരമാണ് ഈ ഒരു സമയം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ സദഖ ചെയ്യുക. അടുത്ത വർഷത്തേക്ക് വേണ്ടിയുള്ള ഈ ഒരു ദിക്ർ മജ്‌ലിസിനും ആണ്ടിനും വേണ്ടി ആർക്കെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് ചെയ്യുക. നമ്മൾ തീർച്ചയായും ഇവിടെ ദുആ ചെയ്യുന്ന സദഖ ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ത് നിയ്യത്തിലാണോ നമ്മൾ സദഖ ചെയ്യുന്നത്, ആ നിയ്യത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമാക്കി തരട്ടെ. അരിയെങ്കിൽ അരി, അല്ലെങ്കിൽ ആട് എങ്കിൽ ആട്, അല്ലെങ്കിൽ സാമ്പത്തികപരമായി സഹായിക്കാൻ കഴിയുന്നവർ, അങ്ങനെ ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെ നമ്മളെ കൊണ്ട് എന്താണോ കഴിയുന്നത് നമ്മളെ കൊണ്ട് കഴിയും, തീർച്ചയായും കഴിയും. നമ്മുടെ പള്ളികൾക്ക് വേണ്ടി ചെയ്യുന്ന സദഖകളെ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല പാഴാക്കാറില്ല. അങ്ങനെയുള്ള സദഖകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരട്ടിയോളം പ്രതിഫലമാണ് നൽകുക. സ്ത്രീകളുടെ ഭാഗത്തേക്ക് നിന്റെ കമ്മിറ്റിക്കാരൻ പോവുക. സഹോദരൻ അടുത്ത വർഷത്തേക്ക് വേണ്ടിയുള്ള മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ 110 രൂപ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ
മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബർ വിശാലമായ പ്രതിഫലം അനുഗ്രഹിക്കുമാറാകട്ടെ. സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറക്കാൻ കഴിയില്ല. സഹോദരിമാരുടെ ഭാഗത്തായി പോയി കഴിഞ്ഞു. സമയം കളയുന്നില്ല. നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾ സദസ്സ് ചെയ്ത് നമ്മൾ അവസാനമാണ് എല്ലാവർക്കും നമ്മൾ ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സദസ്സ് ചെയ്യുന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സമയത്ത് സഹാബാക്കളെ സദസ്സിൽ വിളിച്ചുകൂട്ടുകയാണ്. സദസ്സിൽ വിളിച്ചുകൂട്ടി പ്രൗഢഗംഭീരമായ ഒരു പ്രഭാഷണം നടത്തുകയാണ്. ഭാവികാലത്തിലെ നമ്മുടെ സമൂഹത്തിനെ കുറിച്ച്, ഇസ്ലാമിക സഹോദരങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ലാസ് എടുക്കുകയാണ്. സഹാബാക്കളെല്ലാം വലിയ കൗതുകത്തോടെ വലിയ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. പ്രവാചകൻ എന്താണ് പറയുന്നത്, പ്രവാചകന്റെ പ്രവാചകന്റെ കൽപ്പനകൾ എന്താണ് എന്നറിയാൻ വേണ്ടി വലിയ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തദറുസുൽ ഈമാൻ ഇലൽ മദീന കമാ തദറുസുൽ ഹയ്യത്തു ഇലാ ഹുജറതിഹാ. ഈമാൻ മടങ്ങുന്നതാണ്, ഈമാൻ മടങ്ങുന്നതാണ്, നമ്മുടെ വിശ്വാസങ്ങൾ മടങ്ങുന്നതാണ്. ഏതുപോലെ പാമ്പതിന്റെ മാളത്തിലേക്ക് മടങ്ങുന്നത് പോലെ, പാമ്പതിന്റെ മാളത്തിലേക്ക് മടങ്ങുന്നത് പോലെ ഈ കാലഘട്ടത്തിലെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളായ നമ്മുടെ ഈമാൻ മടങ്ങുന്നതാണ്. നമ്മുടെ ഈമാൻ മദീനയിലേക്ക് മടങ്ങുന്നതാണ്. മദീനയിലെ മാത്രമായി വിശുദ്ധ ഇസ്ലാമികളുടെ മുസ്ലിമീങ്ങളുടെ ഈമാൻ അവിടേക്ക് മാത്രമായി ചുരുക്കുമെന്ന് ബഹുമാനപ്പെട്ട ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ആ സമയത്ത് കാത്തിരിക്കുന്ന സഹാബാക്കളോട് പ്രവാചകർ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു സമൂഹത്തിന്, ഈ ഒരു ഉമ്മത്തിന് കാലഘട്ടം കടന്നു വരാനുണ്ട്. ആ ഒരു കാലഘട്ടത്തിലുള്ള മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താണ്? ഒരു ഭക്ഷണത്തളികയിലേക്ക് കൂടിയിരിക്കുന്ന എല്ലാവരും കൈകളിയുന്നത് പോലെ എല്ലാവരും മുസ്ലിംസിന് നേരെ കൈകൾ നീട്ടുന്നതാണ്. മുസ്ലിമീങ്ങളുടെ നേരെ ആക്രമണത്തിന്റെയും കലാപത്തിന്റെയും വിരൽ ചൂണ്ടുന്ന വിഷയങ്ങൾ മുസ്ലിമീങ്ങൾ തീവ്രവാദികളാണ് എന്ന് പറയപ്പെടുന്ന ഒരു കാലഘട്ടം കടന്നു വരാനുണ്ട്. മുസ്ലിമീങ്ങൾ ധാരാളമായി ആക്രമിക്കപ്പെടുന്ന ഒരു കാലഘട്ടം കടന്നു വരാനുണ്ട്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അന്നേ ദിവസം നമ്മളെ കുറവാകുമോ പ്രവാചകരെ? നമ്മളെ കുറവാകുന്നതാണോ നബിയേ? നമ്മളെ കൂടുതൽ ഉണ്ടാവുകയില്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അന്നേ ദിവസം കുറവല്ല, കല്ലല്ലം യൗമഇദിൻ കസീർ. അന്ന് മുസ്ലിമീങ്ങളെ ധാരാളമായിട്ടുണ്ടാകുന്നതാണ്. മുസ്ലിമീങ്ങൾ ലോകത്തിലെ ഏറ്റവും ഭൂരിപക്ഷമുള്ള ഒരു മതമായി മുസ്ലിമീങ്ങൾ മാറുന്നതാണ്. എന്നാലോ ഒഴുകിപ്പോകുന്ന ചർച്ചകളെ പോലെ മുസ്ലിമീങ്ങളുടെ നിലപാടുകൾ മാറുന്നതാണ്. മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിലുള്ള ഭയത്തിന് നൽകുന്നതാണ്. അല്ലാഹുവിന്റെ ഭയത്തിന് നൽകുന്നതാണ്. ഹൃദയത്തിൽ ഒരു ഭയം എന്ന് പറയുന്ന ഒരു സംഭവത്തിന് നൽകുന്നതാണ്. ആ സമയത്ത് സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ, ഈ ഭയം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രവാചകനെ? ഭയം എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ?
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അത് ദുനിയാവിനോടുള്ള ഇഷ്ടമാണ്, ദുനിയാവിനോടുള്ള ഇഷ്ടമാണ്, മരണത്തിനോടുള്ള വെറുപ്പാണ്. ഈ ദുനിയാവ് സ്വരൂപിക്കുന്നതിന് വേണ്ടി, ഈ ദുനിയാവിൽ ഒരുപാട് സമ്പത്തുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി അക്രമത്തിലൂടെ മുസ്ലിമീങ്ങൾ കടന്നു പോകുന്നതാണ്, കള്ളക്കടത്തിലൂടെ കടന്നു പോകുന്നതാണ്, ധാരാളം തെറ്റുകുറ്റങ്ങളിലൂടെ കടന്നു പോകുന്നതാണ്. ഇന്നത്തെ ഓരോ ദിവസത്തെയും പത്രമാധ്യമങ്ങൾ എടുത്തുകൊണ്ട് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇന്നത്തെ ഓരോ ദിവസവും സോഷ്യൽ മീഡിയകളുടെ വാർത്തകളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്ന കഞ്ചാവ് അടിമയായ മകന്റെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നവരാണ്. ഭാര്യയെ കഴുത്തറുത്ത് കൊണ്ടുവരുന്ന ഭർത്താവിന്റെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നവരാണ്. മകനെ കഴുത്തറുത്ത് കൊണ്ടുവരുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നവരാണ്. അതുപോലെ വിഷം കൊടുക്കുന്ന, സത്യത്തിന് വേണ്ടി കൂട്ടുകാരെ കൊലപ്പെടുത്തുന്ന, സത്യത്തിന് വേണ്ടി എന്ത് അതിക്രമങ്ങളും ചെയ്യാൻ വഴിയില്ലാത്ത ജീവിക്കുന്നവരുടെ കാലഘട്ടത്തിലൂടെ നമ്മളെല്ലാവരും സഞ്ചരിക്കുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നവരാണ്. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതിനുള്ള കാരണം എന്താ? ദുനിയാ വഖറാഹിയത്തുൽ മൗതി. അത് ദുനിയാവിനോടുള്ള ഇഷ്ടമാണ്, മരണത്തിനോടുള്ള വെറുപ്പാണ്. ഇത് കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ സംസാരിക്കുന്നതിന് മുമ്പായി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അഥവാ ഈ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു, ഇനിയുള്ള ഓരോ വർഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇന്നത്തെ വലിയ പ്രശ്നങ്ങൾ നമ്മളെ കേൾക്കാൻ നാളേക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്ന് നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത പ്രശ്നങ്ങളെ കാണാൻ വേണ്ടി നമ്മുടെ മക്കളെ കാത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടം കടന്നു വരുമ്പോൾ മുസ്ലിമീങ്ങൾ സ്വീകരിക്കേണ്ട നിലപാടുകളാണ്. ആ സമയത്ത് ക്ഷമ ഉണ്ടാകണം സഹാബ. ആ സമയത്ത് എന്റെ സമൂഹത്തിന് ക്ഷമയുണ്ടാകണം സഹാബ. അങ്ങനെയുള്ള സമൂഹത്തിൽ, അങ്ങനെയുള്ള കാലഘട്ടത്തിൽ വല്ലാത്ത ക്ഷമ വേണം. ആ ക്ഷമ എന്ന് പറയുന്നത് സാധാരണ ഉണ്ടാകേണ്ട ക്ഷമയല്ല. ആ കാലഘട്ടത്തിൽ ക്ഷമിക്കുക എന്ന് പറയുന്നത് തീക്കട്ടയിലെ കൈവച്ചതുപോലെയാണ്. അഥവാ നമുക്കറിയാം, തീക്കട്ടയിലേക്ക് കൈവച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈകൾ പൊള്ളിപ്പോകും, നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ ബന്ധുവീരായി പോകും. അങ്ങനെയുള്ള ഒന്നാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ക്ഷമിക്കുക എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ കാലഘട്ടത്തിൽ ക്ഷമിച്ചാൽ ആ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് ധാരാളം അതിക്രമങ്ങൾ കടന്നു വരുമ്പോ, മുസ്ലിമിന്റെ നേരിടോട്ട് തീവ്രവാദി എന്ന് വിളിക്കുമ്പോ, അവൻ തീവ്രവാദി എന്ന് വിളിക്കുമ്പോ, അവനെ കൊണ്ടുവിടാത്തവെന്ന് വിളിക്കുമ്പോ, അവനെ തെമ്മാടി എന്ന് വിളിക്കുമ്പോ, അവനെ കഥാപങ്ങളിലൂടെ കൊണ്ടുവിട്ടാൻ വേണ്ടി ശ്രമിക്കുമ്പോ, റിയാസുമാര് ആവർത്തിക്കപ്പെടുമ്പോ, കൊടുത്തി ഫൈസലുമാര് ആവർത്തിക്കപ്പെടുമ്പോ, വിനീതുമാർ ആവർത്തിക്കപ്പെടുമ്പോ, അതുപോലെ വലിയ കഥാപങ്ങളിലൂടെ ധാരാളം മുസ്ലിമീങ്ങൾ കൊല്ലപ്പെടുന്ന കാലഘട്ടം കടന്നു വരുന്നു. വിശ്വാസത്തിൽ നിന്ന് മാറുകൾ കാണുന്നതല്ല, വിശ്വാസത്തിൽ നിന്ന് മാറുകൾ കാണുന്ന സമയമല്ല, മറിച്ച് കൂടുതൽ കരുത്തായി നമ്മുടെ വിശ്വാസങ്ങൾ മാറേണ്ടതുണ്ട്. ഏതുപോലെ ബഹുമാനപ്പെട്ട ഹുദൈബിനെ പോലെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരിയായ ഹുദൈബ റളിയല്ലാഹു അൻഹുവിനെ പിടിക്കുകയാണ് ശത്രുക്കളെ പിടിച്ചു വെച്ചുകൊള്ളുകയാണ്. കൂട്ടിലേറ്റാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന സമയത്ത് അബൂ സുഫിയാൻ ആ കാലഘട്ടത്തിൽ മുസ്ലിമല്ലാതിരുന്ന അബൂ സുഫിയാൻ കടന്നു വന്നുകൊണ്ട് ഹുദൈബ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ഹുദൈബേ, നീ പറയുന്നത് പോലെ ഞങ്ങൾ അനുസരിക്കാം. നിനക്ക് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള അവസരങ്ങൾ നൽകാം, നിനക്ക് ധാരാളമായ സൽസത്തലുകൾ നൽകാം, നിനക്ക് നിന്റെ ഭാര്യയോടൊപ്പം കുടുംബവുമായി ജീവിക്കാം, നിനക്ക് ധാരാളമുള്ള പ്രശസ്തികൾ നൽകാം. പക്ഷേ ഒരു അവസ്ഥ മാത്രം, നിന്റെ പ്രവാചകൻ മുഹമ്മദിനെ തള്ളിപ്പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തള്ളിപ്പറയാൻ നീ തയ്യാറാകുമോ? അങ്ങനെ നീ തള്ളിപ്പറഞ്ഞാൽ നിനക്ക് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള അവസരം നൽകാം. ോട് പറയുന്ന സമയത്ത് പറയുകയാണ്, അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ്
സത്യമാണ് സത്യം എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തള്ളി പറയുന്നത് പോയിട്ട് എന്റെ പ്രവാചകനെ ആക്രമിക്കുന്നത് പോയിട്ട് എന്റെ പ്രവാചകന്റെ നിലപാടുകൾ മയപ്പെടുത്തുന്നത് പോയിട്ട് ആ പ്രവാചകരുടെ കാര്യങ്ങൾ കൊണ്ടുനടക്കുന്നത് പോലും ഞങ്ങളുടെ സാന്നിധ്യത്തിൽ ആ പ്രവാചകരുടെ പ്രവാചകന്റെ കാര്യങ്ങൾ കൊണ്ടുനടക്കുന്നത് പോലും ഞങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിലേക്ക് കടന്നുപോയ ബഹുമാനപ്പെട്ട എന്താണ് നമുക്കൊരു ഉദാഹരണമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് അങ്ങനെ പ്രശ്നങ്ങൾ ധാരാളമായി വർദ്ധിക്കുന്ന സമയത്ത് ഇസ്ലാമികമായ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരാരോ ആ കാലഘട്ടത്തിലെ ക്ഷമിച്ചുവച്ചവരെ പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ 50 പേരുടെ പ്രവർത്തനത്തിന്റെ പ്രതിഫലമാണ് സഹാബ. അതായത് ആ കാലഘട്ടം കടന്നു വരുന്ന സമയത്ത് 2 റക്അത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ 50 പേര് 2 റക്അത്ത് നമസ്കരിച്ചതിന്റെ പ്രതിഫലമാണ്. ആ കാലഘട്ടത്തിൽ ഒരു ദിവസം നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ 50 പേര് നോമ്പ് പിടിച്ചതിന്റെ പ്രതിഫലമാണ്. ആ ദിവസം 1 രൂപ സദഖ ചെയ്തു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ 1 രൂപ സദഖ ചെയ്തു കഴിഞ്ഞാൽ 50 പേര് 1 രൂപ സദഖ ചെയ്തതിന്റെ പ്രതിഫലമാണ്. ഒരു സൂറത്ത് പാരായണം ചെയ്താൽ 50 പേര് ഒരു സൂറത്ത് പാരായണം ചെയ്തതിന്റെ പ്രതിഫലമാണ്. ആ സമയത്ത് ഒരു സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകരെ അജ്റു 50 മിന്നാ ഔ മിൻഹും പ്രവാചകരെ ആ 50 പേരുടെ പ്രതിഫലം എന്ന് പറയുമ്പോൾ ആ 50 പേർ ഞങ്ങളുടെ പ്രവർത്തനത്തിലുള്ള 50 പേരാണ്, സഹാബാക്കളിലുള്ള 50 പേരാണ്, അതല്ല ആ കാലഘട്ടത്തിലുള്ള 50 പേരാണ്. കാരണം നമുക്കറിയാം സഹാബാക്കൾക്ക് ലഭിക്കുന്ന ഓരോ പ്രവർത്തനത്തിന്റെയും പ്രതിഫലം വലിയ പ്രതിഫലമുള്ളതാണ്. നമുക്ക് ലഭിക്കുന്ന പ്രതിഫലമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് സഹാബ നിങ്ങളിൽ ഓരോരുത്തരും ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ അതിന് എത്രത്തോളം അങ്ങനെ ജനങ്ങളായ സഹാബികളായ നിങ്ങൾ 50 പേര് ചേർന്നുകൊണ്ടൊരു പ്രവർത്തനം ചെയ്താൽ എത്ര പ്രതിഫലമാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് അതിനേക്കാൾ വലിയ പ്രതിഫലം നൽകുന്നതാണ്. ബഹുമാനപ്പെട്ട പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു കാലഘട്ടത്തിൽ 2 റക്അത്ത് നമസ്കരിച്ചാൽ സഹാബാക്കളായ 50 പേർ 2 റക്അത്ത് നമസ്കരിച്ചതിന്റെ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുക. നമ്മളൊരു 1000 രൂപ സദഖ ചെയ്തു കഴിഞ്ഞാൽ സഹാബാക്കളായ 50 സഹാബിമാർ 1000 രൂപ സദഖ ചെയ്തതിന്റെ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുക. ഒരു ദിവസം നമ്മൾ നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഈ വർത്തമാന കാലഘട്ടത്തിൽ കലാലങ്ങളിലൂടെ കലുഷിതമായ സാഹചര്യങ്ങളിലൂടെ വർഗീയപരമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ ഒരു ദിവസത്തിൽ നമ്മൾ ഓരോരുത്തരും നിലകൊള്ളുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് 50 സഹാബാക്കളുടെ പ്രതിഫലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പൂർണ്ണ മുസ്ലിമായി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള വാർത്തകൾ കടന്നു വരുന്ന സമയത്ത് ഒതുങ്ങിക്കൂടാനുള്ളതല്ല, അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് മാറിപ്പോകാനുള്ളതല്ല. നമ്മുടെ വിശ്വാസത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാനുള്ള സമയമല്ല, മറിച്ച് നമ്മുടെ കൽബിലുള്ള ഈമാൻ, നമ്മുടെ ഹൃദയത്തിലുള്ള ഈമാൻ വർദ്ധിപ്പിക്കേണ്ട സമയമാണ്. നമുക്കതിന് ഏറ്റവും വലിയ ഉദാത്തമായ ഉദാഹരണമാണ് ഫലസ്തീനിലെ സാധാരണക്കാരായ നിരപരാധികളായ ജനങ്ങൾ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. നിരപരാധികളായ പിഞ്ചുകുഞ്ഞുങ്ങൾ, നിരപരാധികളായ കൊച്ചുമക്കൾ 40,000-ലധികം വരുന്ന അവിടെയുള്ള പ്രദേശവാസികളെ മരണപ്പെട്ടിരിക്കുകയാണ്. ഇസ്രായേലിൽ പറയുന്ന വർഗീയതയുടെയും വിദേശത്തെയും കാലുഷ്യത്തിന്റെയും ഒരു വർഗീയ സമൂഹം, അവിടെയുള്ള പിശാചുക്കളായ ഇസ്രായേൽ സൈന്യം 40,000 ആൾക്കാരെയാണ്, 40,000-ലധികം വരുന്ന ആൾക്കാരെയാണ് അവിടെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും അവിടെയുള്ള ജനങ്ങളുടെ വീടുകൾ 80%-ലധികം വരുന്ന ആൾക്കാരുടെ വീടുകൾ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു. 80%-ലധികം വരുന്ന കെട്ടിടങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനിയൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് എങ്ങനെയാണ്
എന്താണ് ഇനി പൂർണ്ണമായ അവസ്ഥയിലേക്ക് തിരിച്ചെത്തുന്നത് എന്ന് ഒരു രാജ്യത്തിലെ ഒരാൾക്കും പറയാൻ സാധിക്കാത്ത രീതിയിൽ അവിടെ തകർന്നു വരുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുള്ളവരാണ്. പ്രിയമുള്ളവരെ, കുടുംബത്തിൽ ഓരോ കുടുംബത്തിനും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഭാര്യമാര് നഷ്ടപ്പെട്ടു പോയ എത്രയോ കുടുംബങ്ങൾ, ഭർത്താവ് നഷ്ടപ്പെട്ടു പോയ എത്രയോ കുടുംബങ്ങൾ, മക്കളെ നഷ്ടപ്പെട്ടു പോയ എത്രയോ കുടുംബങ്ങൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ ചോര കൈതളികൾ വരെ മരണത്തിലേക്ക് കടന്നുപോയ അവസ്ഥകൾ നമ്മളൊക്കെ ധാരാളം കണ്ടിട്ടുള്ളവരാണ്. ഒരു വിവാഹത്തിന് വേണ്ടി ഒരുമിച്ച് പോകുന്ന സമയത്ത് അവിടേക്ക് ഇസ്രായേലിന്റെ ബോംബ് വിമാനങ്ങൾ അവിടെ മിസൈൽ വർഷിക്കുകയാണ്. ഒരു കുടുംബത്തിലെ 32 ആൾക്കാർ, ഒരു കുടുംബത്തിലെ 32 പേരാണ് അവിടെ മരണപ്പെട്ടവരുടെ ശരീരമായത്. പക്ഷേ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ കടന്നു വന്നിട്ടുണ്ടോ? അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കടന്നു വന്നിട്ടുണ്ടോ? അവരുടെ ദിനത്തിൽ തള്ളിക്കളയാൻ അവർ തയ്യാറായിട്ടുണ്ടോ? അവരുടെ മതത്തിനെ ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടുണ്ടോ? നമസ്കാരത്തിന്റെ വിഷയത്തിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച കാണിക്കാൻ വേണ്ടി അവർ തയ്യാറായിട്ടുണ്ടോ? നമ്മളറിയാം, അവിടെ 9 വർഷം കൊണ്ട് 40,000-ത്തിലധികം വരുന്ന ആൾക്കാരെ സമൂഹത്തിൽ നിന്ന് പിടിച്ചു മാറ്റുന്ന സമയത്ത് കഴിഞ്ഞ റമദാനിൽ നമ്മൾ കണ്ടിട്ടുള്ളവരാണ്. കഴിഞ്ഞ റമദാനിലൊക്കെ ധാരാളം അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. പകലോ രാത്രിയെന്നോ എന്നുള്ള വ്യത്യാസമില്ലാതെ ധാരാളം ആൾക്കാർ മരണത്തിലേക്ക് കടന്നു പോകുമ്പോഴും അവിടുത്തെ ആ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ തകർന്നു കിടക്കുന്ന മസ്ജിദിന് മുന്നിൽ നമസ്കരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയൊരു 82,000-ഓളം വരുന്ന ആൾക്കാരായിരുന്നു. 82,000-ഓളം വരുന്ന ആൾക്കാരായിരുന്നു അവിടെ നമസ്കാരത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയത്. അതുപോലെ അവിടെ വെടിവെച്ച് നിലനിൽക്കുന്ന സമയത്ത്, അവിടെ വെടിവെച്ച് കരാറുകൾ കടന്നു വരുന്ന സമയത്ത് ഒരു പിരിച്ചുകൊണ്ട് 7 വയസ്സുള്ള ഒരു പിരിച്ചുകൊണ്ട് തന്റെ തകർന്നു കിടക്കുന്ന മസ്ജിദിന് മുന്നിൽ നിന്നുകൊണ്ട് നമസ്കരിക്കുകയാണ്. ആ സമയത്ത് ഒരു മാധ്യമപ്രവർത്തകൻ സമീപിച്ചുകൊണ്ട് ചോദിച്ചു, ഓ മകനെ, നിന്റെ കുടുംബത്തിലേക്ക് തിരിച്ചു കിട്ടാൻ പോവുകയാണല്ലോ, നീ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു പോകാൻ തയ്യാറായിരിക്കുകയാണല്ലോ, ഈ സമയത്ത് എന്തിനാണ് മസ്ജിദിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ആ പിരിച്ചുകൊണ്ട് പറയുകയുണ്ടായി, എന്റെ നാനാധ്യത ഈ മസ്ജിദാണ്, എന്റെ നാനാധ്യത ഈ മസ്ജിദാണ്. ഈ മസ്ജിദിലായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നത്. ഓരോ നമസ്കാരത്തിന്റെ സമയത്തും, നമസ്കാരത്തിന്റെ സമയമാകുമ്പോ, നമസ്കാരത്തിന്റെ സമയമാകുമ്പോ, സുബഹി നമസ്കാരത്തിന്റെ സമയമാകുമ്പോ ആ സമയങ്ങളിലൊക്കെ ജനങ്ങൾ ഒരുമിച്ച് കൂടുമായിരുന്നു. ആ സമയത്താണ് ഞാൻ സഹോദരനെ കണ്ടിട്ടുള്ളത്, ഞാൻ എന്റെ പിതാവിനെ കണ്ടിട്ടുള്ളത് ആ സമയമായിരുന്നു, ഞാൻ എന്റെ മാതാവിനെ കണ്ടിട്ടുള്ളത് ആ സമയമായിരുന്നു. പക്ഷേ ഇന്നത്തെ സഹോദരൻ എന്നോടൊപ്പമില്ല, എന്റെ കളിക്കൂട്ടുകാരിയായ എന്റെ അനിയത്തി എന്നോടൊപ്പമില്ല, എനിക്ക് ജന്മം നൽകിയ എന്റെ ഉമ്മ എന്നോടൊപ്പമില്ല, എനിക്ക് എല്ലാം വാങ്ങി നൽകിയിരുന്ന എന്റെ പിതാവ് എന്നോടൊപ്പമില്ല. ഈ സന്തോഷത്തിന്റെ സമയത്ത് എന്നെ ഞാനാക്കിയ എത്രയോ ആത്മഹത്യയുടെ, സൂയിസൈഡിന്റെ പല അവസ്ഥകളിലൂടെയും വിശ്വാസരോഗത്തിന്റെ, ഡിപ്രഷന്റെ പല അവസ്ഥകളിലൂടെയും ഞാൻ കടന്നുപോയിട്ടുണ്ട്. ഡിപ്രഷന്റെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന സമയത്തും, ആത്മഹത്യയിലേക്ക് കടന്നു പോകുന്ന സമയത്തൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു, ഞാൻ മസ്ജിദിൽ വന്ന് നമസ്കരിക്കുന്ന സമയത്ത് ആദ്യമായി ചൊല്ലിയിരുന്നത് എന്ന് പറയുന്ന വജ്ജഹത്ത്. ഞാൻ എന്റെ ജീവിതം ഞാൻ അല്ലാഹുവിലേക്ക് സമർപ്പിക്കുകയാണ്, എന്റെ ശരീരം നിനക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്, എന്റെ മരണം നിനക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടെല്ലാം സമർപ്പിക്കുമ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ, ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് തിരിച്ചു മടങ്ങിപ്പോയി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ മുന്നിൽ എനിക്ക് സമാധാനം പറയുന്നതിനുള്ള ചിന്തയാണ് അങ്ങനെയുള്ള നമസ്കാരത്തിലൂടെ എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചത് എന്ന് ആ പിച്ചുകൊണ്ട് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ അവസ്ഥകൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് ചിന്തിക്കേണ്ട സമയമാണ്. നമ്മുടെ അവസ്ഥകൾ എത്രത്തോളമാണ്, നമ്മുടെ ദീനിനെ കുറിച്ച് പറയുമ്പോൾ, നമ്മുടെ നമസ്കാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ, അതുപോലെ നമ്മുടെ ഈമാനിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ അവസ്ഥകൾ എത്രത്തോളം പരിതാപകരമാണ്. നമ്മുടെ അവസ്ഥകൾ എത്രത്തോളം പരിതാപകരമാണ് എന്ന് ചിന്തിക്കേണ്ട സമയമാണ്. പ്രിയമുള്ളവരെ, നിശ്ചിതമായ കാര്യങ്ങൾ നിശ്ചിതമാണ്, നമുക്ക് നിശ്ചിതമായ കാര്യങ്ങൾ നമുക്ക് നിശ്ചിതമാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. നമുക്കറിയാം,
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദീനിനു വേണ്ടി ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് മർദ്ദനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭ്രാന്തനെന്ന മുദ്രകുത്തിരി കൊണ്ട് കൊച്ചുമക്കളെ വരെ കൊച്ചുകുട്ടികളെ വരെ കല്ലെടുത്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അൽ അമീൻ എന്ന മസ്വാദിക്കെന്ന് വിളിച്ച് സത്യസന്ധനെന്നും വിശ്വസ്തനെന്നും ഒക്കെ വിളിച്ചിരുന്ന ആ സമൂഹത്തിൽ നിന്ന് തന്നെ അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകത്വ ദൗത്യവുമായി എത്തുന്ന സമയത്ത് മുഹമ്മദേ നീ കാദിമാണ്, നീ കളവാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകരെ ആക്ഷേപിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. 6 മാസക്കാലത്തോളം പച്ചവെള്ളമുള്ള പച്ചലയും മാത്രമായി പ്രവാചകർക്ക് ഭക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നുപോയപ്പോൾ ക്ഷമിച്ചവരാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണാങ്കണത്തിൽ സഹാബാക്കളെല്ലാം ജോലിയിലായിരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകനോട് കടന്നു വന്നുകൊണ്ട് സഹാബി പറയുകയാണ്, യാ റസൂലല്ലാഹ് നബിയേ വല്ലാത്ത വിശബ്ദത്തിൽ അനുഭവപ്പെടുകയാണ്, നബിയേ വല്ലാത്ത വിശബ്ദങ്ങൾ അനുഭവിക്കുകയാണ് റസൂലേ, ഞങ്ങൾക്ക് അതിനുള്ള ഒരു പരിഹാരമില്ലേ എന്ന് സഹാബാക്കൾ ചോദിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരിഹാരമുണ്ടാകും. അതിനുശേഷം ദിവസങ്ങൾ കടന്നു പോകുന്ന സമയത്ത് സഹാബാ കിറാം കടന്നു വരികയാണ്. സഹാബാ കിറാം കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് നബിയേ കിടക്കുന്നത് വിളിക്കുകയാണ്, കിടക്കുന്നത് വിളിക്കുമ്പോൾ ആവശ്യമാണ്, വല്ലാത്ത ഊർജ്ജങ്ങൾക്ക് ആവശ്യമാണ്. പക്ഷേ ഞങ്ങളെല്ലാവരും തളർന്ന് വീഴാൻ വേണ്ടി തുടങ്ങുകയാണ്, ഞങ്ങളുടെ തലതകൾ കിടക്കുകയാണ്, ഞങ്ങളുടെ ശരീരങ്ങൾ കിടക്കുകയാണ്. പ്രവാചകരെ ഞങ്ങളുടെ ശരീരത്തിലെ വിശപ്പ് കാരണം വയറ് ഓരോ കണ്ണുകളെ കെട്ടിയിട്ടാണ് ഞങ്ങളെ ജോലി ചെയ്യുന്നത് പ്രവാചകരെ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കണ്ണുകൾ വെച്ച് കെട്ടിയിരിക്കുന്നത് കാണിച്ചു കൊടുക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസാരത്തിന്റെ കൈകൾ കൊണ്ട് തന്റെ ശരീരത്തിലെ വസ്ത്രം മാറ്റുമ്പോൾ സുബ്ഹാനല്ലാഹ് പ്രവാചകരുടെ ശരീരത്തിൽ പ്രവാചകരുടെ വയറ്റത്ത് 2 കല്ലുകളാണ് വെച്ച് കെട്ടിയിരിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, യാ സഹാബാ, അല്ലയോ സഹാബാ, നിങ്ങൾ ഓരോരുത്തരും ഓരോ കല്ലുകളാണ് കെട്ടിവെച്ചിരിക്കുന്നത് എങ്കിൽ എന്റെ വയറ്റിൽ 2 കല്ലുകളാണ് കെട്ടിവെച്ചിരിക്കുന്നത്. സഹാബാ, ഈ ഒരു മതത്തിന് വേണ്ടി, ഈ ഒരു ദീനിന് വേണ്ടി, ഈ ഒരു ദീനിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ധാരാളമായ പരിശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്, നമ്മൾ ക്ഷമിക്കേണ്ടതുണ്ട്. സഹാബായ അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഫലസ്തീനിൽ നമ്മൾ നോക്കൂ, ഫലസ്തീനിലെ നിരപരാധികളായ പാവപ്പെട്ടവരായ കുട്ടികൾ അവർക്ക് ഭക്ഷിക്കാൻ ഭക്ഷണമില്ലാതെ, കുടിക്കാൻ വെള്ളമില്ലാതെ അവിടെ മഴ പെയ്യുന്ന സമയത്ത് ഓരോരുത്തർക്കും മഴവെള്ളം കിട്ടാൻ വേണ്ടി അവരുടെ വായകൾ പുറത്തു വെച്ചിരിക്കുന്ന വികാരാധീനമായ രോദനത്തിന്റെ ദൃശ്യങ്ങൾ നമ്മൾ ഓരോരുത്തരും കണ്ടിട്ടുള്ളവരാണ്. അവിടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തതുപോലെ, പ്രവാചകരുടെ സഹാബത്ത് ചെയ്തതുപോലെ കല്ലുകളെ വെച്ച് കെട്ടിക്കൊണ്ട് കടന്നുപോയ ഒരുപാട് കുഞ്ഞുങ്ങളെ സോഷ്യൽ മീഡിയകളിൽ നമ്മൾ കണ്ടിട്ടുള്ളവരാണ്. ഒരുപാട് സഹോദരിമാരെ നമ്മൾ കണ്ടിട്ടുള്ളവരാണ്. പ്രിയമുള്ളവരെ, അവരുടെ ഈമാൻ എത്രത്തോളമാണ്, അവരുടെ ഈമാൻ എത്രത്തോളമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കാനുള്ളതാണ്. ഇത്രത്തോളം പരിപാലനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട്, ഇത്രയും വലിയ പ്രതിബന്ധങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്, ഇത്രയും വലിയ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയിട്ട് ഒരൊറ്റ വക്ത് പോലും നമസ്കാരം കഥാമാക്കാതെ, ഒരൊറ്റ വക്ത് നമസ്കാരം പോലും കഥാമാക്കാതെ ജീവിക്കുന്ന പലസ്തീനിലെ മക്കളെ നമ്മൾ നോക്കൂ, പലസ്തീനിലെ സഹോദരങ്ങളെ നമ്മൾ നോക്കൂ, പലസ്തീനിലെ സഹോദരങ്ങളെ നമ്മൾ നോക്കൂ. അവർക്ക് ജീവിക്കുന്ന ഒരു പാഠമാണ്, നമുക്ക് നൽകുന്ന വലിയൊരു പാഠമാണ്. ദീനിനു വേണ്ടി നിങ്ങൾ അനുഭവിക്കുന്നത്, പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടിയല്ലേ അനുഭവിക്കുന്നത്? മസ്ജിദുൽ അഖ്സയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ്. മസ്ജിദുൽ അഖ്സ പിടിച്ചെടുക്കുമെന്ന് ഉറപ്പായപ്പോ മസ്ജിദുൽ അഖ്സ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി സൗദി അറേബ്യയുമായി ചേർന്ന്, അതുപോലെ വലിയ വലിയ രാജ്യങ്ങളുമായി കൂടിച്ചേർന്നുകൊണ്ട് വലിയൊരു കരാറുണ്ടാക്കാനുള്ള അടിസ്ഥാനമായ സമയത്താണ് തൂഫാനുൽ അഖ്സ എന്ന് പറയുന്ന ആ ഫലസ്തീനികളുടെ വിമോചന പോരാട്ടമുണ്ടാകുന്നത്.
ഉണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, അവർ നമുക്കൊരു ഉദാഹരണമാണ്. വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ട് വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ട് ദീനിനെ കൈവിടാത്തവരാണ്. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ പോലെ, അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ പോലെ ധാരാളം പീഡനങ്ങൾ അനുഭവിക്കുന്ന, മരണങ്ങൾ അനുഭവിക്കുന്ന ഫലസ്തീനിലെ നമ്മുടെ പാവപ്പെട്ട സഹോദരിമാരിലേക്ക്, പാവപ്പെട്ട സഹോദരങ്ങളിലേക്ക് നോക്കൂ. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു മരുഭൂമിയിലെ മലർത്തി കിടത്തിയിട്ട് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലെ ചാട്ടവാറിട്ട് അടിക്കുകയാണ്. ചാട്ടവാറിട്ട് വല്ലാത്ത അടിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ കണ്ടു പറയൂ, ഈ മതത്തിൽ നിന്ന് പിന്മാറൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉമയ്യത്തും അതുപോലെ തന്നെ അവിടെയുള്ള മക്ക ഖുറൈശികൾ പഠിക്കുന്ന സമയത്ത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു ഏകനാണ്, അല്ലാഹു ഏകനാണ്, അവനിടെ മാത്രമേ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിന് കൈവിടാത്ത ബഹുമാനപ്പെട്ട സഹാബാക്കളാണ്. ആ സഹാബാക്കളുടെ ജീവിതമാണ് നമ്മൾ ഓരോരുത്തരും മുറുകെ പിടിക്കേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ ഉണ്ടാകേണ്ടത് അതാണ്. ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച പ്രവാചകർക്ക് വേണ്ടി സ്വലാത്തുകൾ ധാരാളമായി ചെയ്യാൻ, പ്രവാചകർ അതിനെ സ്നേഹിച്ച പ്രവാചകൻ എന്ത് പറഞ്ഞിട്ടുണ്ടോ, പ്രവാചകൻ എന്ത് കൽപ്പിച്ചിട്ടുണ്ടോ, ആ കൽപ്പനയ്ക്ക് എതിരായിട്ട് ഒരു പ്രവർത്തനം പോലും ഉണ്ടായിട്ടില്ലാത്ത സഹാബാക്കളാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടി മക്ക ഖുറൈശികൾ കടന്നു വരികയാണ്. മക്ക ഖുറൈശികൾ കടന്നു വരികയാണ്. ഉഹുദിന്റെ രണാങ്കണത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകരെ വധിക്കാൻ വേണ്ടി കടന്നു വരുന്ന സമയത്ത് അത് വാളുകൊണ്ട് പ്രവാചകരെ അന്വേഷിച്ചിറങ്ങുകയാണ്. പ്രവാചകരെ അന്വേഷിച്ചിറങ്ങിക്കൊണ്ട് പോരാട്ടത്തിന്റെ വീടുകളിലൂടെ കടന്നു പോയിക്കൊണ്ട് തന്നെ അതിക്രമിക്കാൻ വേണ്ടി കടന്നു വരുന്ന, തന്നെ ആക്രമിക്കാൻ വേണ്ടി കടന്നു വരുന്ന മക്ക ഖുറൈശികളെ ശത്രുക്കളെ വകവരുത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. എത്രത്തോളം പറഞ്ഞാൽ 30ഓളം വരുന്ന ശത്രുക്കളെ വകവരുത്തുകയാണ്. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ചോദിക്കുകയാണ്, അലിയേ, അങ്ങനെ വലിയൊരു ധീരതയിലേക്ക് കടന്നു പോകാനുള്ള കാരണം എന്താണ്? അങ്ങനെയുള്ള ഒരു ധീരതയുടെ പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകാനുള്ള കാരണം എന്താണ് എന്ന് ചോദിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ സാന്നിധ്യത്തിൽ എന്റെ പ്രവാചകർക്ക് ഒരു ആക്രമണം കടന്നു പോയിട്ട് ഒരു വാക്കുകൊണ്ട് പോലും വേദനിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല സഹാബ, എനിക്ക് ഇഷ്ടമില്ല പ്രവാചകരെ എന്ന് ബഹുമാനപ്പെട്ട പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഒരുപാട് പ്രവാചകർ പ്രേമികളുള്ള നാടുകളല്ലേ, ഒരുപാട് പ്രവാചക പ്രേമികളുള്ള പ്രവർത്തകരുള്ള നാടുകളിലെ നമ്മൾ നമ്മുടെ ഓരോ നാട്ടിലുമുള്ളത്. ആ പ്രവാചകരെ പിൻപറ്റാൻ തയ്യാറാകുന്നുണ്ടോ? സഹാബാക്കളുടെ ജീവിതം പ്രവാചകർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടാകുമായിരുന്നുവെങ്കിൽ സഹാബാക്കളുടെ ജീവിതം അല്ലാഹുവിന്റെ പ്രവാചകരെ അനുസരിച്ചുള്ള ജീവിതമായിരുന്നുവെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എങ്ങനെയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തേണ്ട സമയമാണ്. ഈ ഇസ്രായേലിന്റെയും മിഅ്റാജിന്റെയും യാത്രാവേളയിലൂടെ കടന്നു പോകുന്ന സമയത്ത്, ആ ഒരു സ്മരണകളായി നടക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലുള്ള ഒരു സംഭവം മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പള്ളിയിലിരിക്കുന്ന സമയത്ത് ഒരു കൊച്ചു കടന്നു വരികയാണ്. ആ കൊച്ചു കടന്നു വന്നുകൊണ്ട് കരയുകയാണ്. ആ സമയത്ത് പ്രവാചകൻ ചോദിക്കുകയാണ്, മോനെ, നിനക്ക് എന്താണ് പറ്റിയത്? നീ എന്തിനു വേണ്ടിയാണ് കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ കൊച്ചു അല്ലാഹുവിന്റെ പ്രവാചകരോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ പ്രവാചകരെ, എന്റെ വാപ്പ മരണപ്പെട്ടിട്ട് മാതാപി വലൈസ ലഹു കുഫ്റുൻ